സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യമായി ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അതിനാവശ്യമായ വരുമാനമുണ്ടാകുന്നതിനനുസരിച്ചാണ് സാമൂഹ്യമായുള്ള കാര്യങ്ങൾ നല്ലതുപോലെ നിർവഹിക്കാനാവും. നമ്മുടെ ലോകത്ത് ഈ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളുടെ മാതൃകകൾ പലരും എടുത്തു കാണിക്കുന്നുണ്ട്. അവിടെ വലിയ തോതിലുള്ള സാമൂഹ്യ ഇടപെടൽ എന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനെ മാതൃകയായിട്ട് പറയുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഉയർന്ന വിദ്യാഭ്യാസം വേണ്ട ഘട്ടത്തിൽ അതിനുള്ള ഉറപ്പുകൾ ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് നല്ല രീതിയിൽ നോക്കുക, അതൊരു ഭാഗം. എന്നാൽ അവിടെയുള്ള ഈ പറയുന്ന നികുതി ഫീസ് എന്നൊക്കെ നോക്കിയാൽ അത് വളരെ കനത്തതാണ്. വലിയ തോതിലുള്ള നികുതി അവർ ഈടാക്കുന്നത്. അതിലെ ആളുകൾക്ക് പരാതിയില്ല. കാരണം വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ് തങ്ങൾ നൽകുന്നത് എന്ന ബോധ്യമാണ് ആളുകൾക്ക് അവിടെയുള്ളത്. ആ വരുമാനം മൊത്തമായി വരുമ്പോഴാണ് സർക്കാരിന് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. വളർന്നു വരുന്ന തലമുറ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന കാര്യം രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾക്ക് കളിച്ചു വളരുവാനുള്ള സാഹചര്യമാണ് ഒരുക്കേണ്ടത്. ഇതിനായി സ്കൂൾ വിടുന്നതിന് മുൻപ് നിശ്ചിത സമയം കുട്ടികൾക്ക് കളിക്കുവാനുള്ള സമയം അനുവദിക്കണം. എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ സൌകര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവാക്കൾക്കിടയിൽ രാസലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് സർക്കാർ ഗൌരവപരമായാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലെ ഈ മനോഭാവം ഭീതിജനകമാണ്. രാസലഹരി ഭാവി തലമുറയെ തന്നെ ബാധിക്കും. ഇതിനെതിരെ നല്ല തയ്യാറെടുപ്പാണ് സർക്കാർ നടത്തുന്നത്. നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ശക്തമാക്കും. ഇതിനായി വിദ്യാർത്ഥികളോട് നിരന്തരം ഇടപെടുന്ന അധ്യാപകർ കൌൺസിലർമാരായി മാറുകയാണ് വേണ്ടത്. അതിനുള്ള പരിശീലനം സർക്കാർ തലത്തിൽ നൽകും. ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നിന് അടിമപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് രഹസ്യമാക്കി വെക്കരുതെന്നും കൃത്യമായ കൌൺസിലിംഗും മറ്റും നൽകി മാറ്റിയെടുക്കുവാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ പൊതുജീവിതത്തിലേക്ക് കടന്നുവന്നവരെ ഒറ്റപ്പെടുത്തരുതെന്നും ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ രംഗം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. 2016 1000-ൽ പരം സ്കൂളുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു. 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമായിരുന്നു. എന്നാൽ നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗം കേരളത്തിലാണ്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നടപടികൾ പടിപടിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയെ പ്രതിരോധിക്കുവാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകി അത്തരം വിഭജന ചിന്തകളെ പൂർണ്ണമായി ഒഴിവാക്കി ഐക്യത്തോടെ ജീവിക്കണം. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് കർഷകർക്ക് നേട്ടമുണ്ടാകും. ഇതിനായി കാർഷിക രംഗത്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം. ഇതിനെല്ലാമുള്ള സംവിധാനങ്ങൾ പുരോഗമിക്കുകയാണ്. മഴമറ പോലുള്ള പുതിയ സംവിധാനങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാൻ നിലവിൽ സംസ്ഥാനത്ത് സാധിക്കുന്നുണ്ട്. ബ്രാൻഡിംഗ് അടക്കം നല്ല രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് നടക്കുന്നത്.
ബ്രാൻഡിംഗ് അടക്കം നല്ല രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് നടക്കുന്നത്. വിദേശത്തടക്കം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുവാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ മികച്ച മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ കാർഷിക രംഗം സാക്ഷിയാകുന്നത്. വന്യമൃഗശല്യം തടയുവാൻ സർക്കാർ ഫലപ്രദമായി നടപടിയെടുക്കുന്നുണ്ട്. മൃഗങ്ങൾ നാട്ടിലെത്തുന്നത് തടയുവാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. കിടങ്ങുകൾ നിർമ്മിക്കുക, ഫെൻസിംഗ് കെട്ടുക തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതിനായി കാട്ടിലുള്ള അധിനിവേശ സസ്യങ്ങൾ മുഴുവൻ ഒഴിവാക്കും. മൃഗങ്ങൾ ആവശ്യമായ വെള്ളം, ഭക്ഷണം എന്നിവ ലഭ്യമാക്കുവാൻ കാട്ടിൽ തന്നെ സംവിധാനം ഒരുക്കും. വൈദ്യുതി രംഗത്ത് മികച്ച മാറ്റമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. മികച്ച ക്വാളിറ്റിയുള്ള വൈദ്യുതി വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകുന്നുണ്ട്. 95% പവർ കട്ട് ഉണ്ടായിരുന്ന കേരളത്തിൽ വൻ മാറ്റങ്ങൾക്കാണ് സാക്ഷിയായത്. സബ്സിഡിയായി വൈദ്യുതി നൽകുന്ന കാര്യം പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് SS Gold, pure gold. SS Group, Nilambur.